തൃശൂർ പുതുക്കാട് നവജാത ശിശുക്കളെ അമ്മ അനീഷ കൊന്ന് കുഴിച്ചുമൂടിയ സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. പ്രതിയായ അനീഷ ശുചിമുറിയിൽ പ്രസവിച്ചത് യൂട്യൂബ് നോക്കിയാണെന്ന വിവരമാണ് പുറത്തു വരുന്നത്. ലാബ് ടെക്നീഷ്യൻ കോഴ്സ് പഠിച്ചതും പ്രതിക്ക് സഹായകമായെന്ന് പോലീസ് വെളിപ്പെടുത്തുന്നു. വയറിൽ തുണി കെട്ടിവെച്ച് ഈ ഗർഭാവസ്ഥ മറച്ചുവെക്കുകയും ചെയ്തു. അതുപോലെ പ്രസവകാലം മറച്ചുപിടിക്കാൻ ഇറുകിയ വസ്ത്രങ്ങൾ പൂർണ്ണമായും ഒഴിവാക്കി. ആദ്യത്തെ കുഞ്ഞിനെ കുഴിച്ചിടാൻ വീടിൻ്റെ പുറകുഭാഗത്താണ് ആദ്യം കുഴിയെടുത്തിരുന്നത്. എന്നാൽ അയൽവാസിയായ ഗിരിജ ഇത് കണ്ടതിനാൽ ആ സ്ഥലം ഉപേക്ഷിക്കുകയായിരുന്നു. പിന്നീട് വീടിൻ്റെ ഇടതുഭാഗത്തെ മാവിൻ ചുട്ടിലാണ് കുഴിച്ചിട്ടത്. ആദ്യ കുഞ്ഞിൻ്റെ മൃതദേഹം അവശിഷ്ടങ്ങളിൽ നിന്ന് മരണകാരണം കണ്ടെത്തുക വെല്ലുവിളിയാണെന്നാണ് വിദഗ്ധരുടെ അഭിപ്രായം. കൊലപാതകം നടന്ന് 4 കൊല്ലം കഴിഞ്ഞതിനാൽ അതിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തുക എന്നതും വലിയൊരു വെല്ലുവിളിയാണ്. ശ്വാസം മുട്ടിച്ചാണ് കുഞ്ഞിനെ കൊലപ്പെടുത്തിയതെന്നായിരുന്നു മൊഴി. ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയതിൻ്റെ അടയാളങ്ങൾ കണ്ടെത്തുകയാണ് പ്രയാസം. ഇക്കാര്യത്തിൽ വിദഗ്ധ അഭിപ്രായം തേടിയിരിക്കുകയാണ് പോലീസ്. കുഞ്ഞുങ്ങളെ സംസ്കരിച്ച കുഴി തുറന്ന് പരിശോധന നടത്താനുള്ള ഒരുക്കത്തിലാണ് പോലീസ് ഇപ്പോൾ. പ്രതികളായ അനീഷയെയും ഭവിനെയും ഇന്ന് കോടതിയിൽ ഹാജരാക്കും. ഈ കുഞ്ഞുങ്ങളെ കൊന്ന് കൊഴിച്ചിട്ട സംഭവത്തിൽ അയൽവാസിയുടെ വെളിപ്പെടുത്തലും വളരെ നിർണായകമായി മാറി. പോലീസ് കസ്റ്റഡിയിലുള്ള അനീഷ 3 കൊല്ലം മുമ്പ് വീടിൻ്റെ പിന്നിൽ കുഴിയെടുക്കുന്നത് കണ്ടിരുന്നു എന്നാണ് അയൽവാസി ഗിരിജയുടെ വെളിപ്പെടുത്തൽ. അനീഷ ആദ്യത്തെ കുഞ്ഞിനെ പ്രസവിച്ചെന്ന് പറയപ്പെടുന്ന സമയത്തായിരുന്നു ഈ സംഭവം. വീടിന് പിന്നിൽ കൈക്കോട്ട് ഉപയോഗിച്ച് അനീഷ കുഴിയെടുക്കുന്നതും അതിനുശേഷം ഒരു ബക്കറ്റിൽ എന്തോ കൊണ്ടുവരുന്നതും കണ്ടു എന്നാണ് ഗിരിജ മാധ്യമങ്ങളോട് പറഞ്ഞത്. പിന്നീട് ഇക്കാര്യങ്ങൾ താനാണ് നാട്ടിൽ പറഞ്ഞ് പരത്തിയതെന്ന് കാണിച്ച് അനീഷയുടെ സഹോദരനായ അനീഷ് പോലീസിൽ പരാതി നൽകിയിരുന്നുവെന്നും ഗിരിജ പറയുന്നു. അതിനുശേഷം വെള്ളിക്കുളങ്ങര പോലീസ് തന്നെ വിളിപ്പിച്ചിരുന്നു. താനല്ല പറഞ്ഞതെന്ന് പറഞ്ഞപ്പോൾ പോലീസ് വിട്ടയക്കുകയും ചെയ്തു. ഇനി ഇതുപോലെ ഉണ്ടായാൽ ഫോണിൽ വീഡിയോ എടുത്ത് സ്റ്റേഷനിലേക്ക് വരാനും അന്ന് പോലീസ് പറഞ്ഞെന്ന് അനീഷയുടെ അയൽവാസിയായ ഗിരിജ പറയുന്നു. അനീഷ ഗർഭിണിയായ വിവരം നാട്ടിൽ എല്ലാവർക്കും അറിയാമായിരുന്നു. അനീഷയുടെ അമ്മ തന്നെയാണ് ഇത് സംഘത്തിൽ പറഞ്ഞതെന്നും ഗിരിജ പറയുന്നുണ്ട്. ആദ്യത്തെ കുഞ്ഞിൻ്റെ മരണത്തിലാണ് നിർണായകമായ ഗിരിജയുടെ സാക്ഷിമൊഴി വന്നത്. റൂറൽ SP കൃഷ്ണകുമാറും ഇത് സ്ഥിരീകരിച്ചു. ഗിരിജയുടെ വീട്ടിൽ പോലീസ് എത്തി മൊഴിയെടുക്കുകയും ചെയ്തു. വിവാഹേതര ബന്ധത്തിനുണ്ടായ 2 നവജാത ശിശുക്കളെ കൊലപ്പെടുത്തി കുഴിച്ചിട്ടെന്നും അതിൻ്റെ അവശിഷ്ടങ്ങൾ തൻ്റെ കൈവശമുണ്ടെന്നും പറഞ്ഞ് ഒരു പൊതുകെട്ടുമായി തൃശൂർ പോലീസ് സ്റ്റേഷനിലേക്ക് ഭവിൻ എന്ന യുവാവ് എത്തിയതിന് പിന്നാലെയാണ് ഈ സംഭവങ്ങൾ പുറം ലോകം അറിയുന്നത്. യുവാവിനെ ചോദ്യം ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. തുടർന്ന് 2 പേരെയും പോലീസ് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. കുഞ്ഞുങ്ങളെ കുഴിച്ചുമൂടിയ കുഴികൾ തുറന്നുള്ള പരിശോധനയും ഇന്ന് നടക്കും. ആദ്യ കുഞ്ഞിനെ കുഴിച്ചിട്ട അനീഷയുടെ വീടിൻ്റെ പരിസരം, രണ്ടാമത്തെ കുഞ്ഞിനെ കുഴിച്ചിട്ട ഭവിൻ്റെ വീടിൻ്റെ പരിസരം എന്നിവിടങ്ങളിലാണ് ഫോറൻസിക് സംഘത്തിൻ്റെ നേതൃത്വത്തിൽ ഇന്നത്തെ പരിശോധന നടക്കുന്നത്.